നമസ്കാരം. അതിബൃഹത്താണ് ഭാരതത്തിൻ്റെ ജ്ഞാനപാരമ്പര്യം. അത് അർഹിക്കുന്നവരിലേക്ക്, ജിജ്ഞാസുക്കളിലേക്ക് എത്തിക്കുന്നതിന് ഋഷിമാർ വളരെ കൃത്യമായ ഒരു പദ്ധതി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ജ്ഞാനം അതിൻ്റെ ഗൗരവത്തോടുകൂടി വേദോപനിഷത്തുകൾ പ്രതിപാദിച്ചപ്പോൾ കുറച്ചുകൂടി പ്രായോഗികമായ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, ജീവിതത്തിൻ്റെ സമസ്യകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതിഹാസ പുരാണങ്ങളിൽ പ്രതിപാദിച്ചു. പ്രതിപാദ്യ വിഷയം ഒന്നു തന്നെയാണ്, പക്ഷേ പ്രതിപാദിക്കുന്ന പദ്ധതി, പ്രതിപാദിക്കുന്ന രീതി അത് പഠിതാവിൻ്റെ നിലവാരമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിഹാസങ്ങൾ നമ്മളോട് ചെയ്തത് ധർമാർത്ഥ കാമമോക്ഷങ്ങളെ സംബന്ധിക്കുന്ന, പുരുഷാർത്ഥങ്ങളെ സംബന്ധിക്കുന്ന ഗൗരവമായ ഭാരതത്തിൻ്റെ ചിന്തകൾ പ്രായോഗികമായ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തരികയായിരുന്നു. പൂർവവൃത്തങ്ങളിലൂടെ, കഥകളിലൂടെ, ചരിത്രപുരുഷന്മാരുടെ ജീവിതാനുഭവങ്ങളിലൂടെ പ്രപഞ്ച സത്യത്തെക്കുറിച്ചുള്ള ഋഷിയുടെ കണ്ടെത്തലുകളാണ് മനുഷ്യൻ്റെ പ്രപഞ്ചം എന്താണ്, പ്രപഞ്ചസാരം എന്താണ്, അതനുസരിച്ച് എങ്ങനെ വ്യക്തി സ്വജീവിതത്തെ ചിട്ടപ്പെടുത്തണം, ഈ അന്വേഷണങ്ങളൊക്കെയാണ് വാസ്തവത്തിൽ ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ഒക്കെ കാതൽ. രാമായണത്തിൽ പ്രപഞ്ച ജീവിതത്തെ സംബന്ധിക്കുന്ന ഋഷിമാരുടെ ഉൾക്കാഴ്ച, ഏറ്റവും ഗൗരവമായ ആശയം ശ്രീരാമൻ്റെ കഥയിലൂടെ, ജീവിതഗന്ധിയായ അനുഭവങ്ങളിലൂടെ, മനുഷ്യ മനസ്സിൻ്റെ അഗാധതയെ സ്പർശിക്കുന്ന അനുഭവ പ്രപഞ്ചത്തെ നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ഋഷി ചെയ്തിട്ടുള്ളത്. രാമായണത്തിലെ സീത ഭാരതീയ സ്ത്രീത്വ സങ്കല്പത്തിൻ്റെ ഉദാത്തമായ ഒരു സൃഷ്ടിയാണ്. ഒരേ സമയം രാമായണത്തിലെ കഥാപാത്രമാകുമ്പോഴും അതോടൊപ്പം തന്നെ പ്രകൃതിയുടെ പ്രതീകമായി നാം തിരിച്ചറിയുമ്പോഴും, അതോടൊപ്പം തന്നെ എന്താണ് ഭാരതം, സ്ത്രീത്വം എന്ന ആശയത്തിൻ്റെ രൂപീകരണത്തിന് എന്തായിരിക്കണം ഭാരത സ്ത്രീ എന്നതിനെ സംബന്ധിക്കുന്ന ആശയങ്ങൾ കൂടി സീത എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഇതിഹാസ നായികമാർ, അത് ദ്രൗപദി ആയാലും സീതയായാലും പ്രകൃതിയുടെ പുത്രിമാരാണ്. ഒരാളുണ്ടായത് മണ്ണിൻ്റെ പുത്രിയാണ്, സീത മണ്ണിൻ്റെ പുത്രിയാണ്. ദ്രൗപദി അഗ്നി യജ്ഞസംഭവയാണ് ദ്രൗപദി. ഇങ്ങനെ ഒരു പ്രത്യേക ജന്മകഥ ഈ രണ്ട് ഇതിഹാസ നായികമാർക്കും നൽകിയിട്ടുള്ളത് ഒരുപക്ഷെ വ്യാസൻ്റെയും വാൽമീകിയുടെയും സവിശേഷമായ ഒരു പാത്ര സൃഷ്ടിയായിരിക്കാം. പ്രകൃതിയുടെ പ്രതീകമായി, പ്രകൃതിയിൽ നിന്നും മണ്ണിൽ നിന്നും ഉരുവം കൊണ്ട സ്ത്രീ എന്ന സങ്കല്പത്തെയാണ് സീത നമുക്ക് മനസ്സിലാക്കി തരുന്നത്. രാമായണത്തിലെ സീതയോളം ആഴമുള്ള, രാമായണത്തിലെ സീതയോളം കരുത്തുള്ള കഥാപാത്രത്തെ നമുക്ക് ലോകസാഹിത്യത്തിൽ അത്ഭുതമായി മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ, അപൂർവമായി മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. വിവേകാനന്ദ സ്വാമികളൊക്കെ പറയുന്നത് പോലെ, ഭാരതമേ നിന്റെ സ്ത്രീത്വത്തിൻ്റെ മഹനീയ ആദർശം സീതയാണ് എന്ന് പറയുമ്പോൾ, ഭാരതം സ്ത്രീത്വത്തെ, വേദവ്യാസ ഭഗവാൻ ഒരിക്കൽ ഭഗവത്ഗീതയിൽ ഭാരതീയ സ്ത്രീ സങ്കല്പത്തെ നിർവചിച്ചത് കീർത്തി ശ്രീ വാക് ച നാരീണാം സ്മൃതിർ മേധാ ധൃതി ക്ഷമ എന്നായിരുന്നു. ഇത് മഹാഭാരതത്തിൻ്റെ മാത്രം ആശയമല്ല, ഇത് ഭാരതത്തിൻ്റെ സ്ത്രീത്വ സങ്കല്പത്തിൻ്റെ ആശയമാണ്. എവിടെയാണോ ഉദാത്ത ഗുണങ്ങളായ കീർത്തി, ശ്രീ, വാക്കിലുള്ള മിതത്വം, കരുത്ത്, സ്മൃതി, മേധ, ധൃതി, സാഹചര്യങ്ങളെയും വ്യക്തികളെയും അനുഭവങ്ങളെയും ധരിച്ചു വെച്ച് അതിനെ തിരിച്ചറിയാനുള്ള കഴിവ്, ക്ഷമ, ഇങ്ങനെ ഉദാത്തമായ മൂല്യങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതാണ് സ്ത്രീത്വം എന്ന ആശയം. ഇത് വെച്ചുകൊണ്ട് കുറേ ഉദാത്ത മൂല്യങ്ങളുടെ വാർപ്പ് മാതൃകകളെ സൃഷ്ടിക്കുകയല്ല ഋഷി ഇതിഹാസത്തിലൂടെ ചെയ്തിട്ടുള്ളത്. ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലൂടെയും, പ്രതിസന്ധികളിലൂടെയും, സംഘർഷങ്ങളിലൂടെയും, നിർണായകമായ തീരുമാനമെടുക്കേണ്ട അവസ്ഥകളിലൂടെയും ഒക്കെ കടന്നു പോകുന്നുണ്ട്. സാധാരണ മനുഷ്യൻ്റെ ജീവിതം പോലെ തന്നെ സീതയോ അല്ലെങ്കിൽ ഇതിഹാസ കഥാപാത്രങ്ങളോ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ ഘട്ടങ്ങളിലൊക്കെ ഒരു വ്യക്തി, സ്വയം സംസ്കരിച്ച ഒരു വ്യക്തി, സ്വയം തൻ്റെ ജീവിത ലക്ഷ്യം തിരിച്ചറിഞ്ഞൊരു വ്യക്തി എങ്ങനെയാണ്
തൻ്റെ ജീവിതത്തെ ഈ ജീവിത മൂല്യങ്ങൾക്കനുസരിച്ച്, ഇവിടെ സ്ത്രീയുടെ സമർപ്പണം മൂല്യങ്ങളോടാണ്, പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന അടിസ്ഥാനപരമായ മൂല്യവ്യവസ്ഥയോടാണ് സ്ത്രീക്ക് സമർപ്പണമുള്ളത്. സീത പതിവ്രതയാണ് എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. സീത പതിയോട് എന്നതിനപ്പുറത്ത്, പതി എന്നതിനപ്പുറത്ത് സീത ആശയങ്ങളോടാണ്, ഭാരതീയമായ മൂല്യസങ്കല്പങ്ങളോടാണ്, ഭാരതീയമായ ചിന്താ പദ്ധതികളോടാണ് സീതയ്ക്ക് നിത്യവ്രതത്വമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സീതയുടെ ഓരോ പ്രവൃത്തിയിലും രാമൻ്റെ ധർമാചരണത്തിൻ്റെ കൃത്യമായ ഒരു മറുപാതിയായിരുന്നു. കൂടെ നിന്നുകൊണ്ട് ധർമാചരണത്തിന് കൂടുതൽ ദൃഢത നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് സീതയിൽ നിന്നുണ്ടായത്. ആധുനിക കാലത്ത് സ്വാതന്ത്ര്യത്തിൻ്റെയും സാധ്യതകളുടെയും സ്ത്രീ ലോകത്ത് സീതയെപ്പോലൊരു കഥാപാത്രം പഠിക്കപ്പെടേണ്ടത് സീത മുന്നോട്ട് വച്ച ജീവിത ദൗത്യത്തിൻ്റെ, സീത മുന്നോട്ട് വച്ച ആശയ ഗൗരവത്തിൻ്റെ, സീത മുന്നോട്ട് വച്ച വ്യക്തിസ്ഥിരതയുടെ, ദൃഢതയുടെ, ആത്മവീര്യത്തിൻ്റെ ഒക്കെ തലത്തിലാണ് ആധുനിക കാലത്ത് സ്ത്രീ പഠിക്കപ്പെടേണ്ടത്. ഇതിഹാസങ്ങളിൽ നിന്നും കാലമേറെ പുരോഗമിച്ചു. പക്ഷേ ഇന്നും ആധുനിക സ്ത്രീത്വവും ഇതിഹാസകാലത്ത് അനുഭവിച്ച പല പ്രശ്നങ്ങളിൽ നിന്നും മോചിതരായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. കാലം മാറി, സമൂഹം മാറി, അവസരങ്ങൾ നമുക്ക് ധാരാളം ലഭിച്ചു. പക്ഷേ സ്ത്രീത്വത്തിൻ്റെ ഉൾക്കരുത്ത് തിരിച്ചറിയാതെ, അത് സമൂഹവും തിരിച്ചറിയാതെ, അത് വ്യക്തി മാത്രം തിരിച്ചറിഞ്ഞിട്ട് കാര്യമില്ല. വ്യക്തിയും സമൂഹവും സ്ത്രീത്വം എന്ന ആശയത്തിലാണ് പ്രകൃതി നിലനിൽക്കുന്നത്, പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഈ മൂല്യങ്ങളിലാണ്. ഈ മൂല്യങ്ങൾ സഹജമാണ് സ്ത്രീക്ക്. അതുകൊണ്ട് തന്നെ ആധുനിക കാലത്തെ സ്ത്രീ രൂപപ്പെടേണ്ടത് നമ്മുടെ മഹത്തായ പൈതൃകം, നമ്മുടെ മഹത്തായ പാരമ്പര്യം നമുക്ക് തരുന്ന ഒരു ഉന്നതമായ മൂല്യബോധമുണ്ട്. ജീവിതത്തിൽ കയറ്റിറക്കങ്ങളുണ്ടാകാം, ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ തകർന്നു പോയേക്കാം, ചിലപ്പോൾ നമുക്ക് നിർണായക തീരുമാനങ്ങളിൽ നമ്മൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടേണ്ടി വന്നേക്കാം. പക്ഷെ അവിടെയൊക്കെ നമ്മെ നയിക്കുന്നത് ഈ മൂല്യബോധമായിരിക്കണം എന്ന ഒരു ചിന്തയാണ് സീത എന്ന കഥാപാത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്നത്. എപ്പോഴും ഒരു ആശയം, ഒരാദർശം അത് നമ്മുടെ മനസ്സിലുണ്ടായാൽ, ഒരാദർശ വ്യക്തിത്വം നമ്മുടെ മനസ്സിലുണ്ടായാൽ ജീവിതത്തിന് വലിയ കരുത്തായിരിക്കും അത്. സീതയെപ്പോലൊരു കഥാപാത്രത്തെ ഓർമ്മിക്കുമ്പോൾ, സീതയുടെ കഥകളിലൂടെ ഇതിഹാസ കവി വരച്ചു കാട്ടിയ സീതയുടെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിൽ ഈ ഊർജമാണ്, മനസ്സിൽ ഈ കരുത്താണ് നിറയുന്നത്. സീതയെപ്പറ്റി സങ്കല്പിക്കാൻ സാധിക്കുന്നത് തന്നെ, ഋഷികവിയുടെ ഉദാത്തമായ ജീവിത മാതൃകയുള്ള ഒരു കഥാപാത്രത്തെപ്പറ്റി സങ്കല്പിക്കുന്നത് തന്നെ വലിയ ആത്മവിശ്വാസം തരുന്നു. സീത എന്ന കഥാപാത്രത്തെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ, ഓർത്തെടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഏവർക്കും രാമായണ മാസത്തിൻ്റെ ആശംസകൾ. നമസ്കാരം.